ബൈബിൾ കേൾക്കാൻ വന്ന വചനമാണ് സ്വീകരിക്കേണ്ടത് ഹൃദയത്തില്. അതെവിടെ സ്വീകരിക്കണം? മതിലയിൽ എഴുതാനാണോ? വേണ്ടെങ്കിൽ കൊണ്ടേ മതിലയിൽ എഴുതാം. ഇല്ലേ? എത്ര മതിലയിലാ കിടക്കണം? വേണ്ട. 2 കൊറിന്തോസ് 3:3 ഹൃദയഫലകത്തിലാണ് വചനം വരേണ്ടത് നമ്മുടെ. കണ്ടോ? വേണ്ടാത്തവരാണ് എല്ലാം പുറത്തു കളയണത്. കണ്ടോ? മത്തായി 7:6 വിശുദ്ധമായതൊന്നും പട്ടിക്കും പന്നിക്കും കൊടുക്കരുത്. കൊടുത്താലോ തീരിഞ്ഞ് കള്ളുഷാപ്പിക്കൊണ്ട് വനം കൊടുത്തു. ഒന്ന് വാ നാളെ, ഇന്ന് രാത്രി പെട്ട് ഏതെങ്കിലും കള്ളുഷാപ്പില ബാറില കൊണ്ട് വനം കൊടു. ഉറങ്ങാൻ പറ്റുമോ അന്ന് രാത്രി? കണ്ടോ? അതുകൊണ്ടാണ് മത്തായി 10:14 കാലിലെ പൊടി തട്ടിക്കളൻ അങ്ങനെ വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല. കാര്യം വചനമാണ്, ദൈവത്തിന്റെ വചനമാണ് കൈകാര്യം ചെയ്യുന്നത്. അതാണ് വിശുദ്ധി വേണമെന്നല്ല. 1 തെസ്സലോനിക്ക 2:4 സുവിശേഷം വരമേൽക്കാൻ യോഗ്യരെന്നത് ദൈവം തെരഞ്ഞെടുത്ത അനുസരിച്ചാണ്, ഞങ്ങൾ അംഗീകരിച്ചനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല. ഉണ്ടോ? അതാണ് വെളിപ്പാട് 2:23 ദൈവം ഹൃദയം പരിശോധിക്കുന്നവനാണെന്ന്. വന്ന് ഹൃദയം പരിശോധിച്ചു നോക്കും. അതാണ് ആ പത്രോസ് കയറി പ്രസംഗിച്ചപ്പോഴേ പറഞ്ഞത്. അപ്പോസ്തലപ്രവർത്തനം 3 ആ 4 മുതലുള്ള വനം വായിച്ചിട്ട് 11 വനത്തില് പത്രോസ് എന്താ പ്രസംഗിച്ചത്? സൂക്ഷിച്ചു നോക്കി. കണ്ടോ? വല്ലതും കിട്ടുന്നേ, പണമോ സ്വർണമോ മാലയോ. കണ്ടോ? ഇന്നാളൊരു പെണ്ണ് എന്നോ പറഞ്ഞ് 35,000 രൂപയുടെ കഴുത്തേ കിടന്ന് നെക്ലസ് എടുത്ത് കൊടുത്തു. കണ്ടോ? എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞ് എല്ലാം കൊണ്ടുവരും. കണ്ടോ? അതാണ് കഠിന പാപം ചെയ്തത്. എവിടെയാ? പുറപ്പാട് 32:30 കഠിന പാപം ചെയ്ത്. അതാണ് മോസസിന്റെ സഹോദരൻ അഹ്റോന. കണ്ടോ? എന്താ കാണിച്ചത്? ഒന്ന് വായിച്ചണ്ടേ 32 പുറപ്പാട് 32 1 തൊട്ട് 5 വനം വായിച്ചിട്ട്. മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്ന കണ്ടപ്പോൾ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടെ എന്ത് ചെയ്തു? വേഗം ദേവന്മാരുണ്ടാക്കി കിട്ടണോ? വേണ്ടോ? ഒന്നും കിട്ടിയില്ലെങ്കിൽ സിനിമ ആടനെങ്കിലും കൊണ്ടുവന്ന് തരണമെന്ന് പറയാം. നാട്ടിയ സിനിമ ആടി ഇവിടെ വന്നാലോ? നിങ്ങൾ ബൈബിൾ കേൾക്കുവോ? ഇനിയിപ്പൊ കേൾക്കും. പണ്ടാണെങ്കില അറിയാലോ നിങ്ങൾക്ക്. ഇനി നിങ്ങൾ കേൾക്കും. ഇനി നടൻ വന്നാലോ? അതിനെ പറയാൻ നിങ്ങൾ നോക്കുവോ? ഇല്ല, അവനെ ബന്ധിക്കും യേശുവിന്റെ നാമത്തിൽ. മനസ്സിലായോ? അവിടെ ഇരിക്കാൻ പറയും. മനസ്സിലായില്ലേ? അതിനാണ് 1 യോഹന്നാൻ 3:8 കൃപ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടോ? അത് കൃപ, ദൈവത്തിന്റെ കൃപയിലാണ്. അതാണ് നമ്മ കൃപ തുടങ്ങിയത്. അതിന് വായത് മനുഷ്യനൊന്നും ആയി. കണ്ടോ? ഇത്രയും നേരം നേതാവ് മങ്ങളുടെ ഗുരു എന്നൊക്കെ പറഞ്ഞു നടന്ന് കാണാതെ വന്നപ്പോ മനുഷ്യൻ എന്ത് സംഭവിച്ചു? പിന്നെ നിങ്ങളോട് പറഞ്ഞ കൊടുക്കുക. ഇപ്പൊ പറ, ധൈര്യമായിട്ട് പറ. ഇല്ല, പ്രൈസ് ദി ലോർഡ്. മറ്റേ കൂലി കൊടുക്കും. കണ്ടോ? അവിടെ ഇന്ന സഹോദരർ കണ്ണും പൊട്ടി ഇരുന്നിട്ട് പറയും, നിൽക്കുന്ന ചുവപ്പ് സാരി കൊടുത്ത സഹോദരിയുടെ കഴുത്തേല് ഒരു മാല കിടപ്പുണ്ട്, അത് ഇതായിരിക്കും, അത് ഡയമണ്ട്സ് ആയിരിക്കും, അതിപ്പോ ഊരി കൊടുക്കണമെന്ന് പറഞ്ഞാല് ഇത്ര പവനെന്നും പറയാം. ആക്ട് 16 കൂടി ആവും ഇതൊക്കെ പറയും വിളിച്ച്. ഇതൊക്കെ നിങ്ങൾ അറിയണം കേട്ടോ. അതാണ് ഇത്ര ധൈര്യത്തോടെ കർത്താവ് വെളിപ്പെടുത്തി തരുന്നതുകൊണ്ടാണ്. വചനമാണ് ഇതെല്ലാം. അരുവി നിങ്ങളെ പറ്റിക്കും. നിങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് 2 തെസ്സലോനിക്ക 2:9 തൊട്ട് 12 വരെ കാണാപ്പടം പഠിക്കണം. എന്നാലേ കർത്താവിന്റെ പ്രവർത്തനത്തിന് വരുന്നതൊക്കെ അറിയുള്ളൂ. അല്ലെങ്കിൽ വല്ല ഒരു പ്രവാചകനാണെന്നും പറഞ്ഞ് കുറെ ഉണ്ട്. അവന്റെ സാഹിത്യം, തമാശ, ചിരിയെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും വീണുപോകും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ കാണാം.
കണ്ടോ, ദൈവം ഉണർത്തുന്നതാണത്. അതുകൊണ്ടാണ് ഈ വിശ്വസിക്കുന്നത്. ആ വല്യമ്മ പറഞ്ഞ എല്ലാം കൃത്യമാണെന്ന് പറയും. കണ്ടോ, പുറപ്പാട് 32 കാളക്കുട്ടി ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഉടനെ കണ്ട ഉത്സവമാക്കി. ആദ്യം രാവിലെ ഉണർന്നിട്ട് എന്ത് ചെയ്തെല്ലാം തീനും കുടിയും കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ വിരോധത്തിൽ പോവും. വേണ്ടാത്ത എല്ലാത്തിനും. പിന്നെ കണ്ടോ, കണ്ടോ, കണ്ടു കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ആ പുറപ്പാട് 32 30-ാം വാക്യം വായിച്ച്, നിങ്ങൾ അതാണ് ഈ 1 2 പ്രമാണം ലംഘിച്ചാൽ കാഠിനഭാവം ചെയ്തു. മനസ്സിലായ? അതുകൊണ്ടാണ് ആ പ്രമാണങ്ങൾ 1 2 പ്രമാണം തന്നത് ദൈവം. ഇനി 1-ാം പ്രമാണം തന്ന എന്തിനാണ്? അല്ലെങ്കിൽ അവസാനത്തെ കൊടുത്താൽ മതിയല്ല. സംഗീതം 1 എന്തിനാണ് തന്നത്? ആദ്യം 1-ാം സംഗീതം ഒന്ന് വായില്. 2 മാർഗങ്ങളേ ഉള്ളു ആകെ. ഒന്ന് നീതിയുടെ മാർഗം. കണ്ടോ, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ അവനാണ് ഭാഗ്യവാൻ. കണ്ടോ, അവന്റെ ആനന്ദം വചനത്തിലാണ്, കർത്താവിന്റെ നിയമത്തിലാണ്. അതാണ് സങ്കീർത്തനം 16:7. അവൻ എപ്പോഴും ആനന്ദിക്കും. വചനമാണ് അവന് ഭക്ഷണമെന്ന്. മത്തായി 4:4, ലൂക്കാ 4:4. അതാണ് വചനം വരുമ്പോ സന്തോഷം വരും. ജെറമ്യാ പ്രവാചകൻ പറഞ്ഞത് 15:16 എന്റെ ആത്മാവിന് സന്തോഷവും ഹൃദയത്തിന് സന്തോഷം എല്ലാം തരുന്നു. ഇസക്കേൽ 3:1 തൊട്ട് 3 വരെയുള്ള വചനം ഞാൻ ഭക്ഷിച്ചു. വചനം ഭക്ഷിച്ചപ്പോൾ ഞാൻ ആനന്ദമായി. ഈ വചനം കേൾക്കുമ്പോഴാണ് നിങ്ങൾ വന്നിരിക്കുന്ന പോലെയാണ് ഇപ്പോ. ആദ്യം വന്നപ്പോ എല്ലാം ഇങ്ങനെ ഇരുന്ന് വെച്ച് ഇല്ലേ, കള്ളൊക്കെ കുടിച്ച് മത്തൊക്കെ പിടിച്ച്. വായന കേൾക്കാൻ തുടങ്ങിയപ്പോ ലൂക്കാ 24:16 മന്ദീഭവിച്ചിരുന്ന് തളർന്ന് എമ്മാവൂസിലോട്ട് ശിഷ്യന്മാര് പോകുമ്പോ ആദ്യത്തെ പോക്ക് എങ്ങനെയാണ്? സങ്കടപ്പെട്ട് ഈ ആള് മരിച്ചുപോയെന്നും പറഞ്ഞിങ്ങനെ കറങ്ങി നടക്കുക. ഈശോ കൂടെ നടന്നു. ആ നടപ്പിലാണ് വചനം കൊടുത്തുകൊണ്ടിരുന്നു. ആ അപ്പ എന്ത് വന്നു? ലൂക്ക 24:32 വന്നപ്പോ ഹൃദയം ജ്വലിച്ച് നിരാശ പോയി, പ്രത്യാശയായി. കണ്ടോ, അതുപോലെയാണ് വചനം നമ്മിൽ വരുമ്പോ നമ്മളും ജീവൻ വെക്കും. ആത്മാവ്, ശക്തമായ ആത്മാവ് വരും. വചനം മാംസമാവുമ്പോൾ ഇനി അത് വരും. അപ്പൊ ഇത് കണ്ടില്ലേ? കണ്ടോ, ആ നിങ്ങളെല്ലാം ഇനി ഇല കൊഴിയാത്ത വൃക്ഷം പോലെയാകും. കുറച്ചു കഴിയുമ്പോ ഈ വചനം വന്നു കഴിയുമ്പോ നടന്നു പോയാലും അവിടെ അപ്പമാനസാന്തരം നടക്കും. കണ്ടോ, ഒരു വീട്ടിൽ ചെന്നാലോ ആ അപ്പ അവിടെ നടക്കും. കർത്താവ് പ്രവർത്തിക്കും. കൃപയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? 1 കൊരിന്ത്യർ 15:10 വായന. നമ്മൾ കൃപ, നിങ്ങൾ എന്തായിരിക്കുന്നോ അത് ദൈവ കൃപയാലായിരിക്കും. നിഷ്ഫലമായി പോയിട്ടില്ല. കണ്ടോ, മറിച്ച് ഇനി അധ്വാനിക്കും. നിങ്ങള്
മറിച്ച് നടന്നൊക്കെ പോകും ഓരോ സ്ഥലത്ത് കർത്താവിനെ കൊടുക്കാൻ. പാതിരക്കും പോവും, 2 മണിയായാലും പോവും. ആ തീഷ്ണ ദൈവം ഒതിപ്പിക്കുന്ന നമ്മല് കണ്ടോ. മടിഞ്ഞിരുന്നാല് പിറ്റേ ആഴ്ചയിലാകട്ടെ, ചിലരുടെ ഇല്ല പിന്നത്തെ ആഴ്ചയിലാകട്ടെ അല്ലേ, പലരും അവർ മാറ്റി വെക്കും. കണ്ടോ, മാറ്റി വെക്കാമോ? അതാണ് പ്രഭാഷകൻ 5:7 നാളെ എന്ന് മാറ്റി വെക്കരുത്, ഇന്ന് തന്നെ ആയിരിക്കണം. അവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. കണ്ടോ, എബ്രായർ 4:7 ഇന്നാണ്. കണ്ടോ, ഈശോനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സമാധാനം കൂടിക്കൂടി വരുമ്പോ കുറഞ്ഞു പോവുക. കൂടി വിശ്വാസമോ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആർക്കെങ്കിലും തടുക്കാൻ സാധിക്കുമോ? കണ്ടോ, ബുദ്ധിയിൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. റോമ 8:31-39 വായിക്കുക. നിങ്ങൾ ആർക്കും തൊടാൻ സാധിക്കുമോ? ദൈവസ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുമോ? ആരെതിരി നിൽക്കും? കർത്താവിൽ വന്നവർ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും വല്ലതും പോയിട്ടുണ്ടോ? എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒന്നും നഷ്ടപ്പെടില്ല. ദൈവം വാരിക്കുവരി തരികയാണ്. ആ ജോബ് പുസ്തകം 22 ആ 21-30 വനത്തിൽ ജോബ് പുസ്തകം പറയുകയാണ്. ജോബില് എന്താ പറയണത്? യേശുമായി ഒന്ന് രമ്യതപ്പെട്ടാൽ മതി. കണ്ടോ, യേശുമായി രമ്യതപ്പെടുമെങ്കിൽ എല്ലാവർക്കും മാപ്പ് കൊടുത്താൽ മതി. ഹൃദയത്തിലാണ്, അല്ലാതെ അളിയൻ്റെ അടുത്ത് മാപ്പ് പറയാൻ ചെന്നാലോ എന്തുവരും? ഇട്ടി നടക്കും. കണ്ടോ, പിശാച് വെറുതെ ഇരിക്കുമോ? അവൻ അലറുന്ന സിംഹമാണ്, 1-10 സഞ്ചയിട്ട്. അതുകൊണ്ട് ഹൃദയത്തിലാണ് മാപ്പ് കൊടുക്കേണ്ടത്. കണ്ടോ, അല്ലെങ്കിൽ അവൻ മറ്റവൻ ഉപയോഗിക്കുന്നു അവന് ഈ ആയുധങ്ങളെല്ലാം. സാത്താന് അനേക രഹസ്യങ്ങളുണ്ട്. വെളിപാട് 2:24 പ്രബോധനമുണ്ട് അവന്. യെശയ്യാ 45:3 അവൻ രഹസ്യ നിധികളുണ്ട്. കണ്ടോ, എല്ലാം വചനമാണ്. വചനത്തിൽ കൂടി എല്ലാം കർത്താവ് കാണിച്ചു തരും. മാർക്കോസ് 5:9 അവൻ ലഗ്യോനാണ്, കൂട്ടമായിട്ട്. കൃപ ലഭിച്ചവർക്ക് മാത്രമേ ഇതെല്ലാം അറിയാൻ സാധിക്കുള്ളൂ. ലൂക്കാ 8:10 മത്തായി 13:11 മാർക്കോസ് 4:11 എല്ലാം കൃപ ലഭിച്ചവർക്ക് മാത്രമേ ഇതെല്ലാം അറിയാൻ സാധിക്കുള്ളൂ. കണ്ടോ, ഇനി വയറ് ദൈവം തെരഞ്ഞെടുക്കുന്നവരുടെ ആർക്ക് കുറ്റം ആരോപിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് വിളിച്ചവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം. മത്തായി 22:14 വാക്യത്തില് അനേകരെ വിളിക്കും, തെരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം. മറ്റെല്ലാം വന്നിരുന്നിങ്ങനെ കേൾക്കും, ബുദ്ധിയിൽ വചനം കാണിക്കാൻ. ആ കൊള്ളാം, കണ്ടോ, കട്ടുകൊണ്ടുപോകാൻ വരും കുറെ എണ്ണം. ജെറമ്യ 23:30 അവന് ദുരിതം വചനം കട്ടുകൊണ്ടുപോയാല്. അത് മറ്റേതാ. കണ്ടോ, ഇനി വായത്. അപ്പോ കർത്താവ് വായിക്കരുത്. ഈ ശക്തിയാണ് യേശുവിനും വലത്ത് ഭാഗത്തിരുത്തിയത്. എഫെസോസ് 1:17-23 വനം. ഈ ശക്തിയെ നമുക്ക് വരുന്ന ദൈവം തരുന്നത്, ഏറ്റവും ബലഹീനരായ മനുഷ്യർക്ക് തരുന്നത്, പാപികളായ നമുക്ക് തരുന്നത്. അതാണ് മത്തായി 26:41 ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. ഈ ശരീരത്തെയാണ് ദൈവം തന്റെ മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടുത്തുന്നത്. തന്റെ വചനം അയച്ച്. സംഗീതം 107:20